ഇന്ന് കേരളത്തിലെ മാധ്യമ ലോകത്തെ കൊലപതി, കൊലക്കൊമ്പൻ, വൻമരം, മുറിച്ച മരമല്ല നിവർന്നു നിൽക്കുന്ന മരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളായി പലരും കാണുന്ന ഒരാളാണ് നമ്മുടെ ആൻറ്റോ അഗസ്റ്റിൻ. ആൻറ്റോ അഗസ്റ്റിൻ്റെ വളരെ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ ആൻറ്റോ അഗസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഒറ്റപ്പെട്ട രോഗമല്ല. CPIM സൈദ്ധാന്തികൻ നമ്മുടെ ജേക്കബ് അവറുകൾ മുതൽ മപ്ലാവുകൾ വരെ, മാപ്പിള സഖാക്കൾ വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഷാഫി ഫോബിയ. ഷാഫി ഏതാണ്ടൊരു ഭീകരനാണ്, ഷാഫി ജമാഅത്ത് ഇസ്ലാമിയാണ്, ഷാഫി മുസ്ലിം മതമൗലികവാദിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രചാരവേല കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ സഖാവ് വരുന്നിടത്ത് ആൾ കൂടുമ്പോൾ അതിൽ പിണറായി വിജയൻ സഖാവിൻ്റെ ജാതി ഒരു പ്രശ്നമേ അല്ല. പിന്നെ അതുപോലെ വേറെ ആരും കൂടുന്ന ആരും മറുവശത്തില്ല, ആരെ വെച്ച് പറയാനാ. പക്ഷേ ഷാഫി വരുമ്പോൾ ആൾ കൂടിപ്പോയാൽ അത് സവിശേഷമായ ഒരു പ്രശ്നമാണ്. ഈ രോഗം എങ്ങനെയുള്ളവർക്കാണെന്നറിയാവോ? ഇതൊരു സവിശേഷമായ മാനസിക രോഗമാണ്. ഒരാൾ ദൂരേന്ന് വരുന്ന കാണുമ്പോഴേ ഒരു മനുഷ്യൻ വരുന്നു എന്നോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തിനാണ് വരുന്നതെന്നോ, അല്ലെങ്കിൽ ഈ നട്ടുച്ച വെയിലത്ത് എന്തിനാണ് നടക്കുന്നതെന്നോ ഒന്നും അല്ല, മറിച്ച് അയാൾ ഏത് ജാതിയായിരിക്കും എന്ന് ചിന്തിക്കുന്ന കുറേ മനോരോഗികൾ, വികല മനസ്സുകാർ, അഴുക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരമൊരു അഴുക്കനാണ് ഈ ആൻറ്റോ അഗസ്റ്റിൻ എന്ന് വെളിവാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുരീക്ഷണം. നിരീക്ഷണമല്ല, കുരീക്ഷണം. ഇവർക്ക് പല ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവർ യോഗത്തിൽ ഇരുന്നാൽ ആ ഇരിക്കുന്നവരുടെ ജാതി നോക്കും. ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ സ്മൃതി പരത്തിക്കാടിനെയും അരുൺകുമാറിനെയും ആയിരിക്കത്തില്ല കാണുന്നത്, അവരുടെ ജാതി ആയിരിക്കും കാണുക. അത് സവിശേഷമായ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. ഏതെങ്കിലും യോഗത്തിൽ ചെന്നാൽ, മരിപ്പ് വീട്ടിൽ ചെന്നാൽ, കല്യാണ വീട്ടിൽ ചെന്നാൽ, വേണ്ട പോട്ടെ, പത്രത്തിലെ നിര്യാതരായി എന്നുള്ള കോളം വായിക്കുമ്പോൾ പോലും ഇവരെപ്പോലുള്ളവർ, നമ്മൾ ചിലപ്പോൾ പ്രായം നോക്കും. ഞാനൊക്കെ പ്രായം നോക്കാറുണ്ട്. 35 വയസ്സ്, 36 വയസ്സ്, താഴോട്ട് മക്കൾ എത്ര ഉണ്ടെന്ന് നോക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നോക്കുന്നത്, അവൻ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ ആൻറ്റോയെപ്പോലുള്ളവർ നോക്കുക ഉറപ്പായും ജാതിയായിരിക്കും. എന്നാലോ കുറേ സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് പുള്ളി വളരെ വിശ്വസ്തനും ആത്മാർത്ഥവുമായ സുഹൃത്തുമായിരിക്കും. ഈ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, നാടൻ ഭാഷ നമ്മളെല്ലാവരും നാട്ടിൽ പറയുന്നതാണ്. കാക്കാമാർ സ്നേഹിച്ച നക്കിക്കൊല്ലും, ദ്രോഹിച്ച കുത്തിക്കൊല്ലും എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കുത്തിക്കൊല്ലുന്ന കഥയൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ആരെയെങ്കിലും കിട്ടുമ്പോഴേക്ക് നക്കിക്കൊല്ലുന്ന ഒരുപാട് ക്യാക്യാമാരുണ്ട്, വിദേശത്തും സ്വദേശത്തും ഒക്കെയായി. അവരുടെയൊക്കെ അരിമയായിരിക്കും ആൻറ്റോ അഗസ്റ്റിൻ സാറ്. പക്ഷേ മനസ്സ് നിറയെ ഇതായിരിക്കും ആൻറ്റോ അഗസ്റ്റിൻ സാറിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കുരീക്ഷണം നമുക്ക് ഒന്ന് കേൾക്കാം. പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനമാണ്. ഷാഫി പറമ്പിൽ 60 മണ്ഡലത്തിൽ ഓടി നടന്നു എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഷാഫി പറമ്പിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവിടെ മുസ്ലിം ഏകീകരണം നടക്കുകയും ഇവിടെ ഹിന്ദു ഏകീകരണം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം ഞാൻ ഷാഫിയുടെ പേരിൽ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അവിടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിലാണ് സംഭവിക്കുക. അപ്പൊ പേരാമ്പ്രയിൽ സംഭവിക്കും. ഞാൻ പറയുന്നത് സംഭവിച്ചു എന്നുള്ളതല്ല. എന്ത് അതൊരു പ്രതീതി. പേരാമ്പ്ര, നാദാപുരം, വടകര അല്ല, അതൊരു സംഭവിച്ചു പ്ലസ് വെൽഫെയർ പാർട്ടിയുടെ പ്രസൻസ് അല്ല ആണ് സാർ. ഞാൻ പറയുന്നത് അതൊരു പ്രതീതി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇടത്തെല്ലാം അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഒരു പ്രതീതി സൃഷ്ടിക്കാൻ അത് കാരണമായി എന്നുള്ളതാണ്. ഇതാണ് ആൻറ്റോ അഗസ്റ്റിൻ്റെ വാചകം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയും മോനും BDJS-ഉം NDA മുന്നണിയിലും RSSനുമായി കേരളം മുഴുവൻ വോട്ട് പിടിക്കുന്നുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് നിരീക്ഷണമൊന്നും അതിനാവശ്യമില്ല. പക്ഷേ ഷാഫി പറമ്പിൽ വരുന്നിടത്തെല്ലാം മുസ്ലിങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞപ്പോൾ അരുൺകുമാറിന് അത്രയും വർഗീയവാദിയാവാൻ വയ്യ. ഒരു പൊടിക്ക് അതിനകത്തോട്ട് വെൽഫെയർ പാർട്ടിയും കൂടെ ചേർത്താൽ അത് റെഡിയാവും എന്നാണ് പുള്ളിയുടെ നിരീക്ഷണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻറ്റോ, അരുൺകുമാറേ, ഈ മുസ്ലിം വോട്ടുകളും മുസ്ലിം ആളുകളും ആവേശപൂർവ്വം ഇറങ്ങി പുറപ്പെടുന്നതേ അവരുടെ ഒരു ശൈലിയുടെ ഭാഗമാണ്. അതിന് ഷാഫി വരണമെന്നൊന്നുമില്ല. രാഹുൽ ഗാന്ധി ക്രൈസ്തവ മതവിശ്വാസിയാണെന്നാണ് പറയുന്നത് കുറേ പേർ ഹിന്ദു ആണെന്ന് പറയുന്നു. കുറേ പേർ അദ്ദേഹം ഏത്തിസ്റ്റാണ്, ഒന്നിലും വിശ്വാസമില്ല, നെഹ്റുവിനെ പോലെയാണെന്ന് പറയുന്നുണ്ട്. സോണിയാഗാന്ധി ക്രിസ്ത്യാനായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു.
പക്ഷേ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കോട്ടയത്ത് വരുന്നതിനേക്കാളും അല്ലെങ്കിൽ പാലായിൽ വരുന്നതിനേക്കാളും പത്തനംതിട്ടയിൽ വരുന്നതിനേക്കാളും ആളുകൾ കൂടുന്നത് എവിടെ ആയിരിക്കുമെന്നറിയോ? മലബാറിൽ വരുമ്പോഴാണ്. അത് ഇവർ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, സോണിയാഗാന്ധി മുസ്ലിം ആയതുകൊണ്ടല്ല. പണ്ട് രാജീവ് ഗാന്ധി വരുമ്പോഴും ഇന്ദിരാഗാന്ധി വരുമ്പോഴും എല്ലാം കൂടുന്നത് അങ്ങനെ. അവരൊന്നും ജാതി നോക്കിയല്ല അതിന് കൂടുന്നത്, അത് അവർ കാണിക്കുന്ന വികാരമാണ്. ആൻറ്റോയ്ക്ക് അറിയാമായിരിക്കുമല്ലോ, ആൻറ്റോയ്ക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ കാണത്തില്ലേ? അവർ ചെല്ലുമ്പോൾ നിങ്ങൾ ഇത്രേ അഴുക്കുള്ളിലുണ്ടെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ പോലും അവർ ഹൃദയം എടുത്ത് തന്നല്ലേ നിങ്ങളോട് പെരുമാറുന്നത്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ശൈലിയാണ് ആൻറ്റോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയോ കിടക്കുന്ന ഒരു മെസ്സിയെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് കേട്ടപ്പോൾ എത്രയോ മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മന്ത്രി ഏറ്റെടുത്തോ? ഒരു പാവ അബ്ദുറഹ്മാനില്ലേ നിങ്ങളെ ഏറ്റെടുത്തത്? അതിന് അയാൾ വലഞ്ഞ് നാശമായില്ലേ? KN ബാലഗോപാൽ പറഞ്ഞ ഒന്ന് കൊട്ടാരക്കര കൊണ്ടുവരണമെന്ന്, പിണറായി വിജയൻ സഖാവ് പറഞ്ഞ ഒന്ന് കണ്ണൂരിൽ കൊണ്ടുവരണമെന്ന്. നിങ്ങൾ എറണാകുളത്ത് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ ഒരാളിനെ വിശ്വസിച്ച് ചാടി വീണത് അന്തർമാ മന്ത്രിയാണ്. പുള്ളി അങ്ങനെ ചാടി വീണില്ലെങ്കിൽ പുള്ളിക്കാണ്ട് ദോഷം ഉണ്ടാവുമായിരുന്നു. പക്ഷേ അത് ചാടി വീഴുന്ന ഒരു പ്രകൃതമുണ്ടല്ലോ കാര്യങ്ങളിലേക്ക്, ഇഷ്യൂവിലേക്ക്. അതിൻ്റെ സാമ്പത്തിക ലാഭമോ നഷ്ടമോ നോക്കാതെ ഒരാളിനെ വിശ്വസിച്ച്, അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കുറച്ച് കൂടുതലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാതെ ഷാഫിയോടുള്ള സവിശേഷമായ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ഷാഫിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനാണെങ്കിൽ എന്തെല്ലാം സാഹചര്യങ്ങളിലുണ്ട് ഷാഫിയെ മുസ്ലിം കമ്മ്യൂണിറ്റി വിമർശിച്ചിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളിൽ. ഇത് നിങ്ങളുടെ പണി എന്താണെന്നറിയോ? പണ്ട് സിദ്ദീഖ് ഇതുപോലെ വളർന്നു വന്നപ്പോൾ സിദ്ദീഖിനെ ഇതുപോലെ ജാതി പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി മറ്റേതെല്ലാം അവിടെ പറഞ്ഞൊരു ഭിത്തിക്ക് തേച്ച് ഒരു പരുവത്തിനങ്ങ് ഒട്ടിച്ച് കോഴിക്കോട്. എന്നിട്ട് പിന്നെ ആ പാവം വയനാട് പോയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പുനരാരംഭിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഷാഫി ഒന്ന് തേക്കണം, നിങ്ങൾക്ക് വലിയ അസ്വസ്ഥതയുണ്ട്, അതിന് നിങ്ങൾ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അത് ഷാഫി ഫോബിയയുടെയും ഇസ്ലാമോ ഫോബിയയുടെയും ഭാഗമാണ് ആൻറ്റോ. അത് ആർക്കും മനസ്സിലാവും.